അതെ, ആ പന്തലിടുന്നോടത്തൊന്ന് വൃത്തിയാക്കണ്ടിട്ടാ. ഞാന് ഏതെങ്കിലും ഓർക്കസ്ട്ര ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഫുഡിന് പുതിയ ഇടത്തിന് തന്നെ വെക്കാന്ന് അച്ഛൻ പറഞ്ഞേ. സംസാരിക്കാന്ന് പറഞ്ഞേ. അത് ഞാൻ എന്താ ഇപ്പൊ ഏട്ടനോട് പറയാം. ശരി. അച്ഛനെ എവിടേക്കാ പോയേ? വേറെ എത്രയായി പോയിട്ട്? ഇതപ്പോ പുതിയ ഇടം വരാന്ന് പറഞ്ഞല്ലേ? അതെ ഏട്ടാ, പുതിയ ഇടം വരുമ്പോഴേ അനുവേട്ടൻ പറഞ്ഞേ ബോളിയും കൂടെ വേണമെന്ന്. അനുവേട്ടന് ഭയങ്കര ഇഷ്ടത്ര പറയണട്ടാ. എടി, നമുക്ക് ഇവിടെ നോൺ വെച്ചാൽ മതിന്നേ. ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്തിലൊക്കെ കടിച്ചു വലിക്കാനൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെ വീട്ടിലുണ്ടാക്കണ തന്നെയല്ലേ എന്നും, ഈ പുളിശ്ശേരി, അച്ചാറും സാമ്പാറും. അതെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് സദ്യ ഉണ്ണാൻ വേണ്ടിട്ടാ. അച്ഛാ എവിടെയുള്ളത്? അത് പുതിയ ഇടം കിടക്കേ വേഗം വരാൻ വരൂട്ടാ. ഇന്നൊരു കാര്യം ചെയ്യും, വിട്ടോളൂ. വെള്ളം കുടിച്ചിട്ട് വാ. വരും. അച്ഛനല്ലേ? ഇപ്പം ഇങ്ങോട്ട് വരും. ഇത്ര നേരം ഉണ്ടായിരുന്നാണേ, ഇപ്പൊ പുറത്തേക്ക് പോയി. ഞാൻ പോണു, വരുമ്പോ അച്ഛനെ വിളിച്ചു. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അല്ല, വരണ്ടേ? അപ്പൊ ഞാൻ വിളിച്ചിട്ടേ ഇപ്പൊ വരുന്നുണ്ട്. ബോളിയല്ല, ബോപ്പിന് മോളി. ബോളിയൊക്കെ ഉണ്ടാക്കൂലേ? ബോളി വേണ്ടേ? അതൊന്നും വേണ്ട. അല്ല, അങ്ങനല്ലേ, തെക്ക് ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ഇവിടേക്ക് അത്ര സാധാരണ ഇല്ല. വേണമെന്നാവാം. അല്ല, അനുവേട്ടന് വേണം. ഇവൾക്കും അനുവേട്ടനോ ഓരോന്നും ഉണ്ടാക്കി കൊടുത്തോ. നമുക്ക് ശരിക്കും പറഞ്ഞാലേ ഈ സദ്യയുടെ കൂടെ ഈ എല്ലാവർക്കും ചിലപ്പോ ഈ സദ്യ പറ്റിയെന്ന് വരില്ലേ? ഇപ്പൊ കല്യാണത്തിനൊക്കെ വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ കടിച്ചു വലിക്കാൻ പറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? കടിച്ചു വലിക്കാനിപ്പോ അവിയലും മുരിങ്ങക്കോലും ഉണ്ടാവും, അതിങ്ങനെ കടിച്ചു വലിക്കാം. അങ്ങനത്തെ അല്ല, പിന്നെന്താ, ചിക്കനോ അങ്ങനെ എന്തേലും, ചിക്കന്റെ എന്തേലും. എന്തേ കല്യാണത്തിനോ? എന്താ കല്യാണത്തിന്? അപ്പോ അല്ലാത്തപ്പോ വെട്ടി വേണമെന്നാണല്ലോ. കല്യാണത്തിന് സദ്യ മതിട്ടോ. എന്ത് ചോദിക്കണം? ചോദിക്കാനൊന്നുമില്ല. സദ്യയുടെ കൂടെ ഇത് കഴിഞ്ഞാലേ ആ വാഴയുടെ 4 പുറം പുല്ലൊക്കെ വെട്ടി മണ്ണിട്ടേക്കണം കേട്ടാ. നമസ്കാരം. എവിടെയായിരുന്നു? ഞാൻ പുതിയിടം വിളിക്കുമ്പോഴേ ഞാന് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതാ വരണോന്ന് പറഞ്ഞു. നമ്മളിപ്പോ എത്ര ആളുണ്ടാവും? ഇതിപ്പോ ഇനി എത്ര ദിവസം ഉണ്ടാ? 20 ദിവസമുണ്ട്. 20 ദിവസമേ ഉള്ളൂ. അതെ, ക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു 3000 ആൾക്ക് സദ്യ വെച്ച ഒരു 3500 ആൾക്ക് വെച്ചൂടെ? 3500 നോക്കണ്ട, ഒരു 10-300 ആൾക്കൊക്കെ കഴിക്കാം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ. 3500 പേർക്ക് സദ്യ. അപ്പൊ ഒരു 300 വേറെ എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല. വിരോധമില്ല. അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാം, ഒരു 2500 പേർക്ക് ഇതും ആക്കാം. സദ്യ എന്താകുന്നു? ബിരിയാണി ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാന്ന്. ആർക്ക് വേണ്ടവർക്ക്? എന്താ നീ വിളിക്കണത്? എന്തിനാ ബിരിയാണി? അല്ല, ബിരിയാണി വേണ്ടവർക്ക് കഴിക്കാമല്ലോ അച്ഛാ. എന്താ ഇവനീ പറയണത്? ബിരിയാണി ഇപ്പൊ സാധാരണ എല്ലാവരും ഇപ്പൊ ഈ വരുന്നവരൊക്കെ അത്യാവശ്യം എന്തെങ്കിലും കടിച്ചു വലിക്കണം. നമ്മുടെ തറവാട്ടിൽ നിന്ന് ഇവരെ കല്യാണത്തിന് അത് ഉണ്ടായിട്ടുണ്ടോ? നല്ല നാടൻ സദ്യയല്ലേ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ എന്റെ അനിയന്റെ കല്യാണം, അനിയത്ര കല്യാണം, നിന്റെ കല്യാണം, ആരാ സദ്യ ഒരുക്കിയത്? പുതിയടല്ലേ? അത് അതേപോലെ 16 കൂട്ടം കറി, 3 തരം പായസം, അത് മതി. അത് ഏത് കാലത്താ? ഇപ്പൊ അങ്ങനെ അല്ലാന്ന്. ഇപ്പൊ എല്ലാവരും ഇതൊക്കെ കഴിക്കണവരാണ്. ഒരു കണക്കിന് നല്ലത് സദ്യ തന്നെയാണ്. അതെ, ഇനിയിപ്പോ ബിരിയാണി നിർബന്ധമാണെങ്കിൽ നമുക്ക് ബിരിയാണിയും വെക്കാം, വിഷമില്ല. പക്ഷെ ബിരിയാണി വെക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരു 10-150 പേര് കൂടുതൽ വന്നു എന്ന് വിചാരിക്കാം.
അപ്പൊ നമ്മൾ ആകെ കിടന്നൊരു വിഷമാവും. അല്ല അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു 1000 പേർക്ക് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അത് കഴിയുമ്പോ കഴിഞ്ഞോട്ടെ, ബാക്കി സദ്യ ഉണ്ടല്ലോ. അങ്ങനെ രണ്ടും കൂടി വേണ്ട ശീതള, നീ എന്താ ഈ പറയണത്? അല്ല വേണ്ടവർക്ക് കഴിക്കാനോ. സദ്യ ആവുമ്പോ കറികളൊന്നും പെട്ടെന്ന് കഴിയില്ല. അതെ, എല്ലാ കറികളും കഴിയില്ല. എല്ലാം കഴിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിട്ട് കഴിക്കാം. സാമ്പാറൊക്കെ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിലും നമുക്ക് വല്ല രസമോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വന്നവരെ മാന്യായിട്ട് നമുക്ക് പറഞ്ഞുവിടാം, മാന്യായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഉച്ചയ്ക്ക് കുറച്ച് പേർക്ക് സദ്യ ഒരുക്കിയിട്ട് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരെയും സദ്യക്കാണ് ക്ഷണിച്ചത്. അപ്പൊ ഈ വരുന്ന 3500 പേർക്കും ഒരേ പോലത്തെ സദ്യ മതി. പിന്നെ വൈകുന്നേരം വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ മതി. അങ്ങനെ മതി. ബോളി തിരുവനന്തപുരത്തൊക്കെ കുറച്ച് പേര് വരും. അപ്പൊ മോളുടെ ആഗ്രഹം പോലെ ബോളി ആയിക്കോട്ടെ. മന്ത്രിമാരൊക്കെ പറഞ്ഞു എന്റെ പാർട്ടിയിലുള്ളവരൊക്കെ ഉണ്ടാവും. പിന്നെ ചില മന്ത്രിമാരൊക്കെ വരും. പായസം. പായസം 3 കൂട്ടം. ഒന്ന് പാലട, പരിപ്പ്, പഴം. നേന്ത്രപ്പഴം ആയിക്കോട്ടെ. പൂവമ്പഴല്ലേ ഉപയോഗിക്കും? അല്ല നേന്ത്രപ്പഴം നല്ലത്. അതെ, എന്നാ പിന്നെ നേന്ത്രപ്പഴാക്കാം. എന്താ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്? നിന്നോടൊരു പണി പറഞ്ഞില്ല, അത് ചെയ്തൂടെ എനിക്ക്. ബിരിയാണിയുടെ കാര്യം പറഞ്ഞു. ബിരിയാണി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കല്യാണത്തിന്. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ താല്പര്യമുള്ളവരുണ്ടേ. പുതിയ ട്രെൻഡാ. അതെ, സദ്യ മതി, പണിയെടുക്കട. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയെ പപ്പടം നമുക്ക് വല്യപ്പടം വേണോ അതോ ചെറിയത് മതിയോ? എന്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അല്ല പപ്പടം ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ കണക്കന്നെ. രുചി ഒന്നും തന്നെയല്ലേ, രുചി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു 3500 ആള് അങ്ങനെ പിടിക്കാം. എന്നാ ശരി. ഓ ആയിക്കോട്ടെ, സന്തോഷം. ശരി. എന്താണ് നല്ലതാ, റേഞ്ചില്ല ഇവിടെ. ചാകാൻ നോക്കിയാണ് പറഞ്ഞിട്ടിരിക്കണ്ടേടാ. എനിക്കൊന്ന് ഞാൻ വിചാരിച്ചാ പറഞ്ഞിട്ട് വെറുതെ തന്നെയാണ് ചാകാൻ വേണ്ടി. രാവിലെ മുതലേ ഇത് തന്നെയാണല്ലോ. ഇതെനിക്ക് വല്ലതും വലിച്ചിട്ടുണ്ടാ? എന്ത് വലിക്കാൻ? പിന്നെ കണ്ണു മൂക്കൂല്ലാതെയാണ് വന്നിരിക്കണം. പണിക്കോ എടുത്തും വീണെന്ന്. എവിടെയാ പണി എനക്ക്? നമ്മുടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതനില്ലേ? ഓ ശരിയാ, പുള്ളിയുടെ വീട്ടില്. പുള്ളിയുടെ മോളുടെ കല്യാണം നടക്കാൻ പോവല്ലേ? ഏത് പ്രസിഡന്റ് മോളുടെ കല്യാണമായാ? അത് ശരി. അവ ഗംഭീരമായിരിക്കുമല്ലോ. പിന്നെ പടക്ക പരിപാടിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേരച്ചേട്ടാ, നമ്മ ഈ കല്യാണത്തിന് ബിരിയാണിയാണോ നല്ലത് അതാ സദ്യയാണോ? അതിപ്പോ ആളുകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഏത് ഭക്ഷണം എന്ന് വെച്ചാൽ അത് കൊടുക്കണം. ബിരിയാണിയാണ് സ്റ്റൈൽ. ഇപ്പൊ പ്രസിഡന്റ് അവിടെ സദ്യ വേണോ അതോ ബിരിയാണി വേണോന്ന് ചർച്ചയായി. മോന് ബിരിയാണി, പ്രസിഡന്റ് സദ്യ. ഞാൻ ഇന്ന് ബിരിയാണി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല, അവര് സദ്യയാക്കി. സദ്യയാണോ? എന്റെ അതേ അഭിപ്രായം പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ അങ്ങനെ കഴുത്തില് തുണിയൊക്കെ ഇട്ട് മറ്റേ മുറുക്കണ മറ്റേ പുള്ളി ഉണ്ടല്ലോ സദ്യ വെക്കണം. പുതിയിടം. അതന്നെ പുതിയിടം സത്യശീലിന്റെ സദ്യയാണോ? പുള്ളി അത് ബിരിയാണി ക്യാൻസൽ ആക്കിയിട്ട് സദ്യയിൽ ഉറപ്പിച്ച്. അയ്യോ, ഇയാളെന്ത് മെനകെട്ട ആളാണ്. പ്രസിഡന്റും കൂടി അയാള് പറഞ്ഞ സദ്യയാണ് വിളിച്ചു കൂട്ടി ആളുകൾ മുഴുവൻ കഴിക്കേണ്ടത്. ഇതിപ്പോ എല്ലാരും പറഞ്ഞല്ലേ, ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ എന്താ പൊളിയല്ലേ? എടാ ബിരിയാണി അല്ലേ നല്ലത്. പുള്ളി പറയാ ബിരിയാണി വെക്കാൻ പാടാണ്, പെട്ടെന്ന് കല്യാണത്തിന്റെ ഇടയിൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? എന്ത് പാട്? അയാൾക്ക് അറിയാൻ പാടില്ല. 16 കൂട്ടം കറിയും പായസവും ഇത്ര ഉണ്ടാക്കണ സദ്യയാണ് പാട്, ബിരിയാണിയാണ്. അതിന്റെ തന്നെയല്ല ഈ ഇല ഇട്ടിട്ട് ചപ്പും ചവറും പുല്ലും വൈക്കോലും ഒക്കെ വിളമ്പിട്ട് ക്ഷണിക്കപ്പെട്ടവരോട് തിന്നാൻ പറയണതിന് ആടും പശുവും ഒക്കെ തിന്നണ പോലെ. ഞാനെന്ത് പറയണേ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവര് തള്ളി. എടാ അത് ജാതി വിവേചനമാണ്, വേറെ ഒന്നുമല്ല. പണ്ട് ഈ സുഗതനെയും ശീതളിനെയൊക്കെ ഉണ്ടല്ല ഈ പുതിയിടത്തിന്റെ വീട്ടുമുറ്റത്ത് കേട്ടൂലായിരുന്നു. എന്തിന് മുമ്പിൽ കൂടി വഴി നടക്കാൻ അനുവദിക്കുമായിരുന്നാ? ജാതി വിവേചനമല്ലേ. ഇപ്പൊ പുതിയിടം വെച്ച് വിളമ്പിയാലേ സുഗതം കഴിക്കുള്ളൂ.